തിയോഫിൻ, കൊച്ചിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മൂന്നാം ഘട്ടത്തിലെ ആവേശപൂർവമായ പ്രചരണമാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരണം തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചയോളം ഏറെ മുന്നിലായിരുന്നു LDF സ്ഥാനാർത്ഥികൾ. ആ ഒരു മുന്നേറ്റം ഇപ്പോഴും തുടരാൻ കഴിയുന്നുണ്ട്. കാരണം ആദ്യത്തെ ആഴ്ചയിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ആരും വന്നിരുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കുകയും പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥികളെല്ലാം കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. വോട്ടർമാരെ നേരിട്ട് കാണാനുള്ളൊരു പ്രചാരണ പ്രവർത്തനങ്ങളിലായിരുന്നു. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടെ ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡല പര്യടനത്തിലാണ്. പല ഘട്ടങ്ങളിലായി മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകൾ തിരിച്ച് അവിടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുകയും അവിടെ കൂടുതൽ വോട്ടർമാരെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നു. ചെറിയ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ, അത്തരം യോഗങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്ഥാനാർത്ഥികളെല്ലാം സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. ഈ വേനൽ ചൂട് തെരഞ്ഞെടുപ്പ് ചൂടിനെ ഒട്ടും ഒരുപക്ഷെ അത് നിർവീര്യമാക്കുന്നില്ല. അതിനേക്കാൾ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് ചൂടിന്. പക്ഷേ ആരോഗ്യം ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി തന്നെ രാവിലെ നേരത്തെയാണ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നത്. ഇപ്പോൾ നേരത്തെ പ്രചരണത്തിന് ഇറങ്ങുന്നു. ഒരു 11-11:30 രാവിലത്തെ ഒരു ഘട്ട പ്രചരണം തീരുന്നു. അതിനുശേഷം ഒരു 3 മണിയോടുകൂടി വീണ്ടും പ്രചാരണത്തിന് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സജീവമായി തന്നെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ വളരെ ആവേശത്തോടും പ്രചാരണ രംഗത്തുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച സമയം മാത്രമാണ് ഇനിയിപ്പോൾ പരസ്യ പ്രചരണത്തിനായി ബാക്കിയുള്ളതെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇനിയും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനും വോട്ടുകൾ ഉറപ്പിക്കാനുള്ളൊരു ശ്രമം അതാണ് സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലുള്ള പര്യടനങ്ങളുണ്ട്. വാഹന പര്യടനങ്ങൾ നടക്കുന്നു, സ്വീകരണങ്ങൾ നടക്കുന്നു, കുടുംബയോഗങ്ങൾ നടക്കുന്നു. ഈ കുടുംബയോഗങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ സംസാരിക്കുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ എറണാകുളത്തെ 14 മണ്ഡലങ്ങൾ നോക്കുമ്പോൾ ഈ 14 മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസനം തന്നെയാണ്. ഈ വികസനം ചർച്ചയാക്കുമ്പോൾ ആ വികസനത്തിൽ നിന്ന് ചർച്ച മറ്റു വിഷയങ്ങളിലേക്ക്, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് എന്തായാലും എല്ലായിടത്തും UDFിൻ്റെ ഭാഗത്തും BJPയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നത്. വികസനം ചർച്ച ചെയ്യാൻ ആരും തയ്യാറായില്ല. എന്തായാലും വികസനം മുന്നോട്ട് വെച്ചുകൊണ്ട് വോട്ട് തേടുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണത്തിൽ മുന്നിലാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മുടെ റിപ്പോർട്ടർ ഉമേഷ് വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, ഈ വയനാട് ദുരന്ത ബാധിതർക്കായി നിങ്ങൾ പിരിച്ച പണം, ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ പണം പിരിച്ചത്, ആ പണം എവിടെ എന്ന ചോദ്യം ഇന്നലെയും ചോദിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞ മറുപടി ആ പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന മട്ടിലാണ്. ആദ്യം പറഞ്ഞത് തിയോഫിന് ഓർമ്മ ഉണ്ടാകുമല്ലോ, എൻ്റെയും KPCC അധ്യക്ഷൻ്റെയും, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC അധ്യക്ഷൻ്റെയും കൂടെ ജോയിൻ്റ് അക്കൗണ്ടിൽ ഈ പണം നിക്ഷേപിച്ചിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, വളരെ സേഫായിട്ട് ആ പണം അവിടെ ഉണ്ട് എന്നായിരുന്നു ആദ്യ ഘട്ടങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ രണ്ടുപേരുടെയും സത്യവാങ്മൂലത്തിൽ ഈ പൈസ കാണിച്ചിട്ടില്ല എന്ന് വന്നപ്പോൾ ഇവരുടെ കൈവശം ആ പണം ഇല്ല എന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് നമ്മൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി കാരണം ജനങ്ങളിൽ നിന്നാണല്ലോ ഈ പണം പിരിച്ചെടുത്തത്. അല്ലാതെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ലല്ലോ, കോൺഗ്രസിനോട് അനുഭാവമുള്ള ആൾക്കാരായിരിക്കാം, സാധാരണ പൊതുജനങ്ങളിൽ നിന്ന് തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ ഈ പണം പിരിച്ചത്. ആ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ചോദിക്കുന്ന മാധ്യമങ്ങളോട് തട്ടിക്കയറുകയാണ്. നിങ്ങളാരാണ് ഇത് ചോദിക്കാൻ, എൻ്റെ വാർത്താ സമ്മേളനം കലക്കാൻ വന്നതല്ലേ എന്നൊക്കെയാണ് ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അദ്ദേഹം എന്നിട്ട് പറയുന്നത് മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മര്യാദയ്ക്ക് അദ്ദേഹം വർത്തമാനം പറയുന്നില്ലല്ലോ. അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി ഈ കാര്യത്തിലില്ല. ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത പണമാണ്, ആ പണം എവിടെയെന്ന് അറിയാനുള്ള ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, അത് പറയാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനുമുണ്ട്. പക്ഷേ അത് ചോദിക്കുമ്പോൾ നിങ്ങൾ കൈരളി ഇത് കുഴപ്പമുണ്ടാക്കാൻ വരികയാണെന്ന മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. തിയോഫിൻ, ഷമി എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയ ഭീതി UDFിനെ അലട്ടുന്നുണ്ട്. ആ പരാജയ ഭീതി തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, മുൻപൊന്നുമില്ലാത്ത രീതിയിൽ അടുപ്പിച്ച് കുറച്ച് ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ പര്യടനത്തിലുണ്ട്. പക്ഷേ കേരളം മുഴുവനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകേണ്ട ആളാണ്. പക്ഷേ അതിന് ചുക്കാൻ പിടിക്കേണ്ട ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഈ സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് പഴയതുപോലൊരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഭീതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിലൂടെ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൽ തന്നെയുണ്ട്, മറ്റിടങ്ങളിലേക്ക് പോകാതെ ഇവിടെ ഉണ്ട് കുറച്ച് ദിവസമായി.
മറ്റൊന്ന് ഈ ഇത്തരം വിഷയങ്ങളിലേക്ക്, അതായത് വികസനം മുൻനിർത്തി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് തേടുന്നു. സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുന്നത് വികസനം ഇതുവരെ നടത്തിയ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ടേമിലായി നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്, ജനക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം പറയുമ്പോൾ അതിനെ നേരിടാൻ കഴിയാത്ത രീതിയിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. തന്നെയുമല്ല, വലിയൊരു ദുരന്തത്തിൻ്റെ പേരിൽ നടത്തിയ വലിയൊരു തട്ടിപ്പ്, വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ നാട്ടുകാരിൽ നിന്ന് പിരിച്ച പണം, ആ പണം എന്ത് ചെയ്തു എന്നറിയില്ല. വലിയൊരു ആരോപണം നിലനിൽക്കുന്നത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട PR പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് ആവർത്തിച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. അത് പലരും അത് കൂടുതലായി ചോദിക്കുന്നില്ല. നമ്മളത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് കൈരളിയോട് ഒരു അസഹിഷ്ണുത ഇവർ പ്രകടിപ്പിക്കുന്നത്. തന്നെയുമല്ല, നേരത്തെ പലതവണ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞിരുന്നു ഇതൊരു ആപ്പ് മുഖേനയാണ്. ഈ ആപ്പ് അപ്രത്യക്ഷമായ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏറെക്കാലം ആപ്പ് കാണാനില്ലായിരുന്നു. ഇപ്പോഴും പറയുന്നത് ആപ്പ് വഴിയാണ് പണം സ്വരൂപിച്ചത്. അതുവഴിയെടുത്ത് ഈ ആപ്പ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ ആപ്പ് അതിൻ്റെ ഒരു ടെക്നോ കമ്പനിയുണ്ട്. ആ ആപ്പിൻ്റെ കമ്പനിക്ക് കുറച്ച് പണം കൊടുത്തു എന്നതൊഴിച്ചാൽ പിന്നെ കുറച്ച് പണം ഈ സ്ഥലം വാങ്ങാനും ചിലവഴിച്ചു. ഇതല്ലാതെ വേറെ പണമൊന്നും ചിലവാക്കിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ എത്ര പിരിച്ചു എന്നോ എത്ര ഇനി ബാക്കിയുണ്ടെന്നോ എത്ര ചിലവാക്കിയെന്നോ ഒന്നും കണക്ക് പറയുന്നില്ല. ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് പാർട്ടിക്കാർ തന്ന പണമാണ്, അതിന് ഞങ്ങൾ എന്തിന് മറ്റുള്ളവരോട് കണക്ക് പറയണം? അത് പിന്നീട് ചോദിക്കുന്നത് ഇടതുമുന്നണി കണക്ക് പറയണം എന്നല്ലല്ലോ ആരും ആവശ്യപ്പെടുന്നത്. ഈ പിരിച്ച തുക എത്ര, ഈ ആപ്പ് ഉപയോഗിച്ച് പിരിച്ച തുക എത്ര, ആ പണം ഏത് അക്കൗണ്ടിലുണ്ട്, ആരുടെ കൈവശമുണ്ട്? ഈ 2 വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന രഹസ്യങ്ങളൊന്നുമില്ല. ഇത്ര കോടി രൂപ ഞങ്ങൾ പിരിച്ചു, അത് ഇന്ന അക്കൗണ്ടിലുണ്ട്, ഇത്ര രൂപ ചെലവായി എന്ന് പറയാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നതാണ് ചോദ്യം. തിയോഫിൻ, ഷമി, സർക്കാർ പിരിച്ച പണത്തിൻ്റെ കണക്ക് ജനങ്ങളുടെ മുന്നിലുണ്ട്. CPIM പിരിച്ച പണം, DYFI അവർ തട്ടുകട നടത്തിയും പഴയ സാധനങ്ങൾ ആക്രി പെറുക്കി വിറ്റുമൊക്കെ സ്വരൂപിച്ച പണം അത് സർക്കാരിന് കൈമാറിയതിൻ്റെ കണക്കുണ്ട്. അതെല്ലാം വിവരാവകാശ രേഖ വഴി ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൃത്യമായ കണക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഒരു കണക്കും ഒരു കാര്യവും പറയാതെ കോൺഗ്രസ് ഇങ്ങനെ തടിതപ്പുന്നത്. കൃത്യമായ ഉത്തരമില്ല. എത്ര പണം പിരിച്ചു എന്ന് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോഴും പറയുന്നത് പാർട്ടിക്കാർ തന്ന പണമാണെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇത് പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ്. എത്ര പിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എത്ര സ്ഥലം വാങ്ങാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എത്ര പണം, അതിനിടയിൽ പറയുന്നത് ഈ ആപ്പ് നിർമ്മിച്ച കമ്പനി, ആപ്പിൻ്റെ സാങ്കേതികവിദ്യ നൽകിയ കമ്പനിക്ക് പണം കൊടുത്തു എന്നാണ്. ഇതൊന്നും എത്രയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എത്ര സ്ഥലം വാങ്ങിയെന്ന് നോക്കിയാൽ 3 ഏക്കറിൽ താഴെ സ്ഥലം മാത്രമാണ് വാങ്ങിയിട്ടുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 3 ഏക്കറിൽ ഇവർ നിർമ്മിക്കുമെന്ന് പറയുന്നത് 330 വീടുകളാണ്. അതിൽ തന്നെ ഒരു അശാസ്ത്രീയതയുണ്ട്. ഇതെങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യം ബാക്കിയുണ്ട്. ഇപ്പോഴും കൃത്യമായ കണക്ക് പറയുന്നില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെയും തൻ്റെയും അക്കൗണ്ടിലാണ് എന്നാണ്. അതായത് VD സതീശൻ പറയുന്നത് KPCC പ്രസിഡന്റിൻ്റെയും തൻ്റെയും അക്കൗണ്ടിലാണ് എന്നുള്ളതാണ്. അവിടെ പറയുന്നത് മുൻകാലത്ത് ആദ്യകാല KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ പേരിലും തൻ്റെ പേരിലുമായിരുന്നു ആദ്യത്തെ അക്കൗണ്ട്. പിന്നീട് അത് സണ്ണി ജോസഫ് പ്രസിഡന്റ് ആയപ്പോൾ സണ്ണി ജോസഫിൻ്റെയും തൻ്റെ പേരിലായി എന്ന് പറയുന്നു. പക്ഷേ നിലവിലിപ്പോൾ ഈ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും 2 പേര് സ്ഥാനാർത്ഥികളാണ്. ഇവർ 2 പേരും നൽകിയ അഫിഡവിറ്റിൽ ഇങ്ങനെ ഒരു അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നതേയില്ല. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്ന അഫിഡവിറ്റിൽ സ്വന്തം പേരിലുള്ള അക്കൗണ്ട്, അത് ഏതൊക്കെ അക്കൗണ്ട് ആയിക്കോട്ടെ, ജോയിൻ്റ് അക്കൗണ്ട് ആയിക്കോട്ടെ, മറ്റ് അക്കൗണ്ടുകളാകട്ടെ, അക്കൗണ്ടിലുള്ള വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. എന്തായാലും ഇങ്ങനൊരു അക്കൗണ്ടിനെ കുറിച്ചോ അക്കൗണ്ടിലുള്ള പണത്തെക്കുറിച്ചോ ഇവരാരും അഫിഡവിറ്റ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംശയം ഇപ്പോൾ ബാക്കിയാവുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് പറയാനൊന്നും തയ്യാറായിട്ടില്ല. എന്തായാലും ജനങ്ങൾ കണക്ക് ചോദിക്കും. ഇവർ ചോദിച്ച പണം, അതായത് പണം വേണം, വീട് നിർമ്മിച്ചു കൊടുക്കാൻ പുനരധിവാസത്തിന് വേണ്ടി പണം വേണമെന്ന് പറഞ്ഞപ്പോൾ കൈനീട്ടി കൊടുത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അതിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല, ഒരുപാട് ജനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. ആ പണത്തെക്കുറിച്ചാണ് ഈ കണക്ക് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം പറയാൻ ഇതുവരെ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. ഷമി.